നമ്മുടെ ഈ ക്ഷേത്രത്തിലെ തർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ ചടയമംഗലത്തെ ജ്ഞാനാനന്ദ ആശ്രമത്തിലെ മഠാധിപതിയായിരുന്ന സ്വാമി കൈവല്യാനന്ദ സരസ്വതി അവர்களാണ്. അദ്ദേഹം ഇപ്പോൾ പാലക്കാട് തൃത്താലയിലുള്ള ബ്രഹ്മഗിരി ആശ്രമത്തിലെ മഠാധിപതിയാണ്. അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേതൃത്വം നടത്തി നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ഇതിനോടൊപ്പം നന്ദി അറിയിക്കുന്നു. ഈ കൗണ്ടർ കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് പൂജാ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കൗണ്ടറാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ആയിരവള്ളി ക്ഷേത്രത്തിലെ മാതൃസമിതിയിലെ അംഗങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഞങ്ങളെല്ലാം പുറത്താണ്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഇല എടുക്കും. ഇല എടുത്തിട്ട് അതിനോട് കൂടി ചേർന്ന് തന്നെ കൂർച്ചം, ദർപ്പ എല്ലാം കൂടെ ഒരു ഇലയിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് എള്ള്, ചന്ദനം, പൂവ് ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കിയതിന് ശേഷം അങ്ങോട്ട് പോകുന്ന കൗണ്ടറിൽ ചോറ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ചോറിന്റെ കൂടെ നെയ്യ്, അതോടൊപ്പം തന്നെ നേന്ത്രപ്പഴം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം ആളുകൾക്ക് അവിടെ നിന്ന് വിതരണം ചെയ്തുകൊണ്ട് ലാസ്റ്റിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. ഈ വെള്ളമായിട്ട് നമ്മൾ മണ്ഡപത്തിലേക്ക് കയറുന്നു. ആചാര്യൻ പറയുന്ന അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആറ്റിലേക്ക് പോയി ഉത്കൃഷ്ടമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ജീവന്മാരെല്ലാം ദുഃഖിതരായിട്ടാണ് കാണുന്നത്. ഇതിന് പ്രധാനമായി നമ്മുടെ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒരു ഉപായം അല്ലെങ്കിൽ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒരു കാരണം അവരവരുടേതായ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവനവൻ്റെതായ ധർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടേതായ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിതൃതർപ്പണം ആയിരിക്കുന്ന കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത്. പിതൃക്കളെ നമ്മൾ കൊടുക്കുന്നതായ അന്നാദികൾ സ്വീകരിക്കുന്നു ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് കാണിക്കുന്നതായ ആദരവ്, അവരോടുള്ള സ്നേഹം, അവരോടുള്ള കടപ്പാട്, അത് പിന്നിൽ വരുന്ന തലമുറകളെ ബോധിപ്പിക്കുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. അതാണ് ഈ ക്രിയകളിൽ കൂടിയിട്ട് തന്നെ ചെയ്യുന്നത്. മാനസികമായിട്ട് ചെയ്താൽ മതിയെങ്കിലും അത് ലോപിച്ചു പോകും. ക്രിയകൾ ചെയ്ത് തന്നെയാണ് നമുക്ക് ഈ ആചരണങ്ങളെ നിലനിർത്താൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിതൃതർപ്പണം. പിതൃതർപ്പണം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പൂജയാണ്. അതിൽ കൂടി ആ മനസ്സിനെ ശുദ്ധമാക്കാനും അത് ഹേതുവായി അവനവൻ്റെ കർമ്മം തെറ്റുകൂടാതെ അവനവൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കാനും സാധിക്കും. അതുകൊണ്ട് പിതൃതർപ്പണാദി ഈ ക്രിയകൾ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവും ലോകത്തിന് ഫലപ്രദവുമാണ്. ഇതിനെ നമ്മൾ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കത്തന്നെ വേണം. എന്നാൽ ചേർത്തിട്ട് എടുത്തിട്ട് കുറച്ച് മാത്രം മാറ്റി വെച്ച് ബാക്കി എല്ലാം എടുക്കണം. എന്നിട്ട് നഗരത്തില്ല. ഓം പൂർണ്ണ പുഷ്പാഞ്ജലിം സമർപ്പയാമി. ഞാൻ തൊട്ടുവരയ്ക്ക് കറുത്ത എള്ളുകൊണ്ടും ദേവന്മാർക്ക് മഹർഷിമാരുടെ സത്യഭൂമിയിൽ ലയിച്ചു ചേർന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടവരെ ഉദ്ദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കയ്യിലെടുക്കുക. പ്രാർത്ഥനയോട് കൂടിയിട്ട് പിതൃക്കളുടെ രൂപമൊക്കെ കണ്ട് ഞങ്ങളുടെ പിതൃക്കൾ വിഷ്ണു ഭഗവാനിൽ പോയി ലയിച്ചു ചേരട്ടെ, അല്ലെങ്കിൽ ഭഗവൻ സാഹിത്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ജ്ഞാത അജ്ഞാത കർമ്മത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്നലെ മുതൽ ക്ഷേത്രത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിരാവിലെ തന്നെ ഏതാണ്ട് 4:30 ആയപ്പോഴേ ഞങ്ങൾ എത്തി. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സംശയവും അതിന് വേണ്ട. ഇനിയും നാളെ ഞങ്ങളെയാൽ ഒക്കുന്നത് എല്ലാം ഞങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കും. ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. മോൾ ആർക്കാണ് ബലിയിടാൻ വന്നേ? അങ്ങനെ എല്ലാം ബലിയൊക്കെ ഇട്ടോ? ഇനി നേരെ വീട്ടിൽ പോവാണോ? കൂടെ ആരാ വന്നിട്ടുള്ളേ? മക്കളെ പേരെന്താണ്? ആർക്ക് വേണ്ടിയാണ് ബലിയിടാൻ വന്നേ? ബലിയൊക്കെ ഇട്ടോ? ഇനി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണോ?
ആ ശക്തിയെ സ്പർശം കൊണ്ടത് എല്ലാം ഭക്തിപൂർവ്വം നടത്തിയോ? ഇന്നലെ വ്രതമൊക്കെ ഉണ്ടായിരുന്നോ? കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? പൂജിക്കാൻ പാടില്ല. അങ്ങനെയായാലും ആ ശക്തി നഷ്ടപ്പെടുന്നൊക്കെയാണ് എവിടെയാണ് മോന്റെ സ്ഥലം? മഹർഷിമാരുടെ സത്യഭക്ഷണം കൊണ്ടും പൂജിക്കാൻ യോഗ്യരായിട്ടുള്ള പിതൃക്കളെ യഥാവിധി പൂജിച്ചു. അതിന് ഒന്ന് തൊട്ട് തന്നിക്കാം, നമസ്കരിക്കാം. കുമ്പിട്ട് നമസ്കരിക്കണം എന്നാണ്. അതിനിപ്പോൾ നമുക്ക് സമയമില്ല. തൊട്ട് വന്തി. അടുത്തായിട്ട് ശേഷിച്ച എല്ലാ പൂവും ചന്ദനവും തിലോട് ഒന്നിച്ചെടുക്കാൻ പറ്റും. പൂജ സമാപിച്ച് ഇനി ആ പിതൃക്കളെ നമ്മള് ഭഗവാന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സമയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കയ്യിലൊക്കെ കണ്ട് പിതൃക്കളുടെ സമയമാണ് വിഷ്ണുഭഗവാനിൽ പോയി നമ്മുടെ ലയിച്ചു ചേരുകയാണ്. അല്ലെങ്കിൽ ഭഗവാൻ സ്ഥാപിച്ച് പ്രാർത്ഥിച്ചു. ഓം ജ്ഞാത അജ്ഞാത ശേഷമാണ് ഞങ്ങൾ ഇത് ഈ കർക്കിടക വാവ് ബലി ബലിതർപ്പണം കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാ വർഷവും ഇതുപോലെ എല്ലാ വർഷവും അച്ഛനമ്മയ്ക്കുമാരും മരിച്ച വർഷം തൊട്ട് 10 വർഷത്തിന് മുകളിലായി. ഇതിന്റെ ആചാര ചടങ്ങുകൾ എങ്ങനെയാണ്? ആചാരച്ചടങ്ങുകൾ ബലി ഇടുന്നതിൻ്റെ തലേ ദിവസം ബലിയിടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രാവിലെ കുളിച്ച് വൃത്തിയായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അതിനുശേഷം ഗോതമ്പിൻ്റെയോ മറ്റാഹാരം കഴിച്ച് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ തന്നെ അരി പറ്റിച്ച് ചമ്മന്തിയോ തൈരോ കൂട്ടി കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അന്നം കഴിക്കാവൂ, അരിയാഹാരം. വൈകുന്നേരത്ത് പഴമോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഒരു കഴിക്കാം, അല്ലാത്തവർ കഴിച്ചില്ലേലും കുഴപ്പമില്ല, കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഒരു നേരം അരിയാഹാരം കഴിക്കാവൂ എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം അതിരാവിലെ ഉണർന്ന് നേരെ കുളിച്ച് ശരീരം വൃത്തിയാക്കി ബലിയിട്ട് ബലിതർപ്പണം നടത്തിയതിനു ശേഷമേ ജലപാനാദികൾ കഴിക്കാവൂ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എല്ലാ കർമ്മങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ചെയ്ത് അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് ഭഗവാൻ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രധാനമായ ചടങ്ങ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴും അത് തന്നെ രാവിലെ വന്ന് കുളിച്ച് ഈറനോട് തന്നെ കുളിച്ച് ഈറൻ അണിഞ്ഞ് ആ ഈറൻ വസ്ത്രം മാറ്റി പിന്നെ വേറെ കുളിച്ചതിന് ശേഷം വേറെ വസ്ത്രം മാറ്റിയിട്ട് ക്ഷേത്ര ദർശനം നടത്തും. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഹോമങ്ങളും അർച്ചനകളും എല്ലാം കഴിയും. ഇതാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബലിയർപ്പണമെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ വീട്ടിലേക്കാണ്? അതെ, ഇവിടുന്ന് ആഹാരവും കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് കാലം മടക്കി ഒക്കെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാലം മടക്കി ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കും ഈ പിതൃകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകും? പിതൃക്കളിലേക്ക് പോകില്ല, മറിച്ച് കാലിന്റെ കാലിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ പോയാൽ ആ പൂജ അപൂർണമാണ്, ഫലത്തെ തരത്തിൽ. അതുകൊണ്ട് ഇരിപ്പ് അല്ലെങ്കിൽ നിപ്പ് എന്നുള്ളതൊന്നും പ്രസക്തമല്ല. സ്വതന്ത്രമായ സ്വസ്ഥമായിട്ട് ശരീരത്തിന് ക്ലേശം വരാത്ത വിധത്തിൽ ഇരുന്നു കൊണ്ട് എന്നാൽ നമുക്ക് മനസ്സിനെ ആ പിതരിലേക്ക് ഈശ്വരിലേക്ക് പൂർണ്ണമായിട്ടും നിർത്താൻ സാധിക്കും. ഗംഗാദി തീർത്ഥങ്ങളെ ആവാഹിക്കും ഭാരതഭൂമിയിലെ പുണ്യ നദികളായി സ്വാഗതം ചെയ്യുക. തർപ്പണ കർമ്മത്തിന് പറ്റിയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും
സേവാഭാരതിയുടെ ഇടവകയായി ചുക്കുകാപ്പി ഉണ്ട്. ചുക്കുകാപ്പി കുടിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ. നല്ല ചൂട് ചുക്കുകാപ്പിയുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇടയ്ക്കോട് സേവാഭാരതിയാണ്. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നേതൃത്വം കൊടുക്കുന്നത് സേവാഭാരതിയുടെ ഇടയ്ക്കോട് മേഖലയിലെ ചുമതലക്കാരൻ സൂര്യലാലാണ്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളും അതിനെ സംബന്ധിച്ച് ഇന്ന് നാട്ടിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിനെ സംബന്ധിച്ച് ഭക്തജനങ്ങളോട് വിശദീകരിക്കുന്നു. സേവാഭാരതി കഴിഞ്ഞ വർഷമാണ് കുമ്മനാട് ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ ബലിതർപ്പണം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ സേവാഭാരതിയുടെ യൂണിറ്റ് ഈ പ്രദേശത്ത് ഈ ചുക്കാപ്പി വിതരണം നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് ചുക്കാപ്പി വിതരണം മാത്രമല്ല, ഒട്ടനവധി സേവാപ്രവർത്തനങ്ങൾ സേവാഭാരതിയുടെ പേരിൽ ഈ പ്രദേശത്ത് ചെയ്യുന്നുണ്ട്. ആ ബ്ലഡ് ഡൊണേഷൻ ആയാലും ശരി തന്നെ, ഓണത്തിന് ഓണക്കെട്ട് വിതരണം, അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സഹായം കാക്ഷിക്കുന്ന എല്ലാ വ്യക്തികളിലെയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളുടെ സേവാഭാരതി ഇടയ്ക്കോട് നിന്ന് പ്രവർത്തിക്കുന്നു. സേവാഭാരതി രൂപീകരിക്കുന്നത് 1989 ഡോക്ടർ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് എടുത്തിട്ട് കുറച്ച് മാത്രം മാറ്റി വെച്ച് ബാക്കി എല്ലാം എടുക്കണം. എന്നിട്ട് നടത്തില്ല. ഓം പൂർണ്ണ പുഷ്പാഞ്ജലിം സമർപ്പയാമി. ഞാൻ തൊട്ടുവരയ്ക്ക് കറുത്ത എള്ളുകൊണ്ടും ദേവന്മാർക്ക് മഹർഷിമാരുടെ സത്യഭക്ഷണം കൊണ്ടും പൂജിക്കാൻ യോഗ്യരായിട്ടുള്ള പിതൃക്കളെ യഥാവിധി പൂജിച്ചു. അതിന് ഒന്ന് തൊട്ട്